മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാവാക്കിയതിനെതിരെ എ പത്മകുമാർ ഉയർത്തിയ പരസ്യ പ്രതിഷേധം നാളെ ചേരുന്ന CPM ജില്ലാ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. സംസ്ഥാന നേതാക്കളിൽ ആരെങ്കിലും യോഗത്തിൽ പങ്കെടുക്കാനാണ് സാധ്യത. CK അഭിലാൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഈ BJP നേതാക്കൾ സന്ദർശനം നടത്തി, അതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടികൾ വളരെ കൃത്യമായി ഉണ്ടാവുമെന്ന് നമുക്ക് കരുതാം. എന്തായിരിക്കും ഇനി മുന്നോട്ടുള്ള പോക്ക്? എന്തായിരിക്കും എ പത്മകുമാർ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ? മോദി, ഗുഡ് മോർണിംഗ്. ചെയ്യുന്നത് ഗുരുതരമായ സംഘടനാ മര്യാദയുടെ ലംഘനമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് എ പത്മകുമാർ തൻ്റെ നിലപാട് മാധ്യമങ്ങൾക്ക് മുൻപാകെ ആവർത്തിച്ചത്. അത് നടപടി എടുക്കട്ടെ, അതാണ് സംഘടനാ രീതി, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് പറയുമ്പോഴും തൻ്റെ നിലപാട് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മന്ത്രി വീണ ജോർജിനെയും അതോടൊപ്പം തന്നെ അവരെ സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി ഉൾപ്പെടുത്തിയ പാർട്ടി തീരുമാനത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം തുറന്നു വന്നത്. ചുരുക്കത്തിൽ പാർട്ടി ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് കാണിച്ചത് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ട്. നാളെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുകയാണ്. സംസ്ഥാന നേതൃനിരയിൽ നിന്നും ആരെങ്കിലും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വരാത്ത പക്ഷം ഒരുപക്ഷെ ഈ വിഷയം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ആരെങ്കിലും വരുന്ന പക്ഷം ഒരുപക്ഷെ ഈ പാർട്ടി വേദിയിൽ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള പത്മകുമാറിൻ്റെ അവസാനത്തെ ഒരു അവസരം കൂടിയായി അദ്ദേഹം ഇത് കണക്കാക്കുന്നുണ്ട്. കാരണം നാളത്തെ യോഗത്തിൽ പങ്കെടുത്ത് പാർട്ടി വേദിയിൽ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭ്യമാകുകയാണ്. അതുകൊണ്ട് തന്നെ അത് നിലവിൽ പാർട്ടിക്ക് പുറത്ത് മാധ്യമങ്ങൾക്ക് മുൻപാകെ ആണ് ഈ വിഷയം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടി വേദിയിൽ കൂടി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കൈവന്നിരിക്കുകയാണ്. അത് അദ്ദേഹം പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഒരുപക്ഷെ നാളെ ഈ വിഷയം അവതരിപ്പിച്ചാൽ തന്നെ സംഘടനാ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അവ്യക്തതയുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന നേതൃയോഗത്തിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ജില്ലാ നേതൃയോഗം ഈ വിഷയം പിന്നീട് തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ പാർട്ടിയുടെ വിവിധ കോണുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സമാന നിലയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ BJP ജില്ലാ പ്രസിഡന്റ് VA സൂരജും ജോയിന്റ് സെക്രട്ടറി അയിരൂർ പ്രദീപും ഇദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം 6:50 നേതാക്കൾ 15 മിനിറ്റോളം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആണ് എ പത്മകുമാർ വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ അയിരൂർ പ്രദീപിനെ നേരിൽ കണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. 15 മിനിറ്റോളം സംസാരിച്ചു. അദ്ദേഹം നിലവിൽ എടുത്തിരിക്കുന്ന നിലപാടിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവച്ചു എന്നുള്ളതാണ് BJP നേതാക്കളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും രാഷ്ട്രീയപരമായ മറ്റ് തീരുമാനങ്ങളിലേക്ക് എ പത്മകുമാർ പോകുന്നുണ്ടെങ്കിൽ അത് പാർട്ടി അച്ചടക്ക നടപടികളുടെ കാഠിന്യം ഏത് അളവിലായിരിക്കുമെന്നതിൻ്റെ പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം നടപടി നേരിട്ട് ഏറ്റവും താഴത്തെ നിലയിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങിയേക്കാം. അതല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ തീരുമാനിക്കുക. ഏതായാലും CPM ജില്ലാ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്ത് ഈ കാര്യത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുമോ, അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമോ, ഇതൊക്കെയും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതല്ല എങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ അതെങ്ങനെയായിരിക്കും എന്നതും. BJP നേതാക്കൾ വന്ന് കണ്ടു എന്നതുകൊണ്ട് അച്ചടക്ക നടപടികൾ കുറച്ച് കടുക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ ദേശീയ നേതാക്കളൊക്കെ വന്ന് കണ്ട പലരും ഇല്ലേ, അവർക്കൊക്കെ എതിരെയുള്ള അച്ചടക്ക നടപടികളും വളരെ കടുപ്പത്തിലാക്കണ്ടേ. അപ്പോൾ ചിലതൊക്കെ ലാഘവത്തിൽ കാണുകയും ചിലതൊക്കെ വളരെ ഗൗരവത്തിൽ കാണുകയും ചെയ്യുന്നതാണോ CPM രീതി എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു.